ഫോൺ വിളിക്കല്ലോ. ചോറ് കിട്ടിയോ? അതിനൊന്നും നേരത്തെ എത്തിയല്ലോ. അതെ, നേരം വെളുക്കുന്ന നോക്കി നമ്മളും പോയി നമ്മളുടെ സ്വന്തം ഉമ്മൽക്കോയിലെ ദം സ്റ്റോറി കണ്ണൂർ റെസ്റ്റോറൻറ്റിലോട്ടേക്ക്. സ്ഥലം അടുത്ത് വന്നപ്പോഴേ മനസ്സിലായി ഈ കാണുന്ന വണ്ടികളൊക്കെ അങ്ങോട്ടേക്കുള്ളതായിരുന്നു എന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ സത്യം നമ്മൾ അറിഞ്ഞത്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. യെസ്, ഈ കാണുന്ന ആൾക്കാർ തെച്ചും മംഗല ബിരിയാണി കഴിക്കാൻ വന്നതായിരുന്നു. എൻ്റെ ഉമ്മൽക്കോയിൽ നമ്മളെത്തുന്നതിന് മുമ്പേ അബുദാബിക്കാരും ദുബായ്ക്കാരും വരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുൻപിലാണെങ്കിൽ ഒരു വലിയ ക്യൂ, ബാക്കിലാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്യൂ. ഇവിടത്തെ പിന്നെ അവർ ഈ വഴി കയറാന്ന് പിന്നെയാണ് മനസ്സിലായത് ക്യൂ യൂട്ടേൺ തിരിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ബിരിയാണി കഴിക്കാൻ കുറേ ക്യൂ, പിന്നെ അറിയുന്ന കുറേ ആൾക്കാരും, അതിൻ്റെ അവിടെ ഒരു പണ്ടാരം മഴയും കൂടെ ഒരു ശുഭവാർത്തയും. ശരിക്കും അങ്ങനെ ജീജുവിൻ്റെ ഒരു വാശിക്ക് നമ്മളെല്ലാവരും അവിടെ തന്നെ ഇരുന്നു. കുറേ ആൾക്കാർ ചോറ് തീർന്നൊന്നും പറഞ്ഞ് മടങ്ങിപ്പോയി. അപ്പോഴാണ് ആയത്തിൻ്റെ എൻട്രി. ചോറ് കിട്ടിയോ? അങ്ങനെ ഫൈനലി ജീജുവിന് എങ്ങനെയല്ലോ ടോക്കൺ കിട്ടി. അങ്ങനെ കാത്തിരുന്ന് മംഗല ബിരിയാണി കിട്ടി. അങ്ങനെ ബിരിയാണിയും വന്നു, ചിക്കനും വന്നു. കുറച്ച് ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെടേണ്ടി വന്നാലും എന്താ, ബിരിയാണി ഒരു രക്ഷയിലായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്ന അവസ്ഥ. അത്ര പാടാളുകളുണ്ടായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ പോയ അതേ വൈബ്, കണ്ണൂർക്കാർ പക്ഷി പറഞ്ഞാൽ മംഗലപ്പുറക്ക് പോയ അതേ വൈബ്. ശേഷം ആളോ ഇന്നെ പൂരപ്പുറം പോലെ എല്ലാവരും മംഗലം കഴിഞ്ഞ് പീറ്ററക്കൊട്ടാൻ പോയ പോലെ ചോറ് ചെയ്യുന്നതും പന്തെല്ലാവരും ഇല്ല. അപ്പോൾ ഇതാണ് ഉമ്മൽക്കോയിലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വരുന്ന നല്ല മംഗല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്.